ഇസ്രായേലിൻ്റെ നെഞ്ച് പിളർത്തി ഇറാൻ്റെ മിസൈൽ ആക്രമണം. അപ്രതീക്ഷിതമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിച്ച് തളർത്തിയിരിക്കുകയാണ് ഇറാൻ. വടക്കൻ ഇസ്രായേലിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ആരംഭിച്ച മിസൈൽ ആക്രമണം പിന്നീട് ഇസ്രായേലിൻ്റെ തെക്ക് വടക്ക് ഭാഗത്തേക്ക് വ്യാപിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. റാമത്ത് ഡേവിഡ് എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ ചില തീപിടുത്തങ്ങളുണ്ടായി, കെടുക്കാൻ വേണ്ടിയൊക്കെ സാധിച്ചു എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. 2026 ജൂൺ മാസം 8-ാം തീയതി വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വന്നതിന് ശേഷം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഞെട്ടലോട് കൂടിയിട്ടാണ് ഇസ്രായേൽ ഈ വിഷയം കണ്ടത് അല്ലെങ്കിൽ കേട്ടത്, അനുഭവിച്ചത്. മേഖലയിൽ നിന്ന് ആളുകൾ കൂടൊഴിഞ്ഞു പോകുന്ന തരത്തിൽ തെക്ക് വടക്കോട്ട് ഓടിപ്പോകുന്ന രംഗങ്ങളൊക്കെ ചില വീഡിയോ സഹിതം ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകൾ പുറത്തുവിട്ടിരിക്കുന്നത്. തങ്ങൾ സുരക്ഷിതരല്ലെന്നും തങ്ങൾ സുരക്ഷിതരാവണമെങ്കിൽ ഗവൺമെൻറ് മാറിയാലേ, അതായത് ഇസ്രായേൽ ഗവൺമെൻറ് മാറിയാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. സുരക്ഷാ മേഖലയിലേക്ക്, അണ്ടർഗ്രൗണ്ട് മേഖലയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വലിയ നിർദ്ദേശങ്ങളൊന്നും കിട്ടുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടന്നിരുന്നു. സൈറൺ മുഴങ്ങിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ, എന്നാൽ ചില ഭാഗത്ത് സൈറൺ മുഴങ്ങിയിട്ടില്ല. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി ആസൂത്രണപരമായ രീതിയിൽ തന്നെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയതിനെക്കുറിച്ച് ഇറാൻ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്: ബെയ്റൂത്ത് ആക്രമിക്കരുതെന്ന് തങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബെയ്റൂത്ത് എന്ന് പറയുന്നതും ലെബനാൻ എന്ന് പറയുന്നതും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. എങ്ങനെയാണോ അമേരിക്ക ഇസ്രായേൽ സംരക്ഷിക്കുന്നത്, സമാനമായ രീതിയിൽ ഇറാന് ലെബനാനെ സംരക്ഷിക്കാനും അധികാരവും അവകാശമുണ്ട്. നിങ്ങളുടെ അവകാശം ഞങ്ങൾ ചോദ്യം ചെയ്യാത്ത പോലെ തന്നെ ഞങ്ങളുടെ അവകാശം നിങ്ങളും ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ബെയ്റൂത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തിരിച്ചടി, മാരകമായിരിക്കും തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന മുന്നറിയിപ്പ് അപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ബെയ്റൂത്തിൻ്റെ വടക്ക് ഭാഗത്താണ് ഇന്നലെ ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തിയത്. ഒരു മരണവും കുറച്ച് ആളുകളുടെ പരിക്കേറ്റു, 6-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെയാണ് പുറത്തു വരുന്നത്. ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ആകാശത്ത് വിമാനം പ്രത്യക്ഷപ്പെട്ട സമയത്ത് തന്നെ ഏറെക്കുറെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ മേഖല ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കൂട്ടത്തോടു കൂടി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതിനാലാണ് വലിയ രീതിയിലുള്ള ദുരന്തവും അപകട മരണവും ഇല്ലാതിരുന്നത് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. 4 തവണകളായി 100 മിസൈലുകളുടെ ആക്രമണമാണ് ഉണ്ടായത് എന്ന ചില റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ 12 മിസൈൽ മാത്രമേ പതിച്ചിട്ടുള്ളൂ എന്നുള്ള വിവരം പറയുന്നു. അതിൽ തന്നെ ഒരുപാടെണ്ണം പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു. ഒന്നോ ഒന്നിൽ കൂടുതലോ വടക്കൻ ഇസ്രായേലിൻ്റെ മേഖല നേരിട്ട് പതിച്ചു എന്ന തരത്തിലുള്ള വ്യത്യസ്തമാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായിരിക്കുന്ന തിരിച്ചടിയിൽ വെന്തുരുകയാണ് ഇസ്രായേൽ എന്ന് ആ മേഖലയിലുള്ള മീഡിയകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇറാൻ്റെ സ്പീക്കർ മുഹമ്മദ് ബാക്കിർ കാലിബാഫ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് നാശത്തിൻ്റെ ആരംഭം, ഇസ്രായേലിൻ്റെ നാശത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇനി വല്ലാതൊന്നും അവർക്ക് വിശ്രമിക്കാനില്ല എന്ന തരത്തിലാണ്. തെഹ്റാൻ കത്തി അമരുമെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ബെൻഗ്വീർ ഒരു പ്രസ്താവന എക്സിലൂടെ കുറിച്ചു. അത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി മറുപടി നൽകി: നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ പോലും ഇല്ലാതെയാകും. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഭൂഗർഭ അറയുടെ ഉൾവശത്ത് നിന്ന് ഓരം ചേർന്നുകൊണ്ട് ഇങ്ങനെ പ്രസ്താവന എഴുതിയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സാധിക്കുന്നതാണ്. രംഗത്തേക്ക് ഇറങ്ങൂ, കാണിച്ചു തരാം എന്ന തരത്തിലൊരു ഭീഷണി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പറയുന്ന കാര്യം നേർക്ക് നേരെ മുഖാമുഖം, ഫേസ് ടു ഫേസ് ഇസ്രായേലും ഇറാനും തമ്മിൽ കൊമ്പ് കോർക്കുന്ന രീതി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ നാശനഷ്ടങ്ങൾ വലുതായിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇസ്രായേലിനോട് തിരിച്ചാക്രമിക്കരുത് എന്നുള്ളതാണ്. ലെബനാൻ ആക്രമിച്ചതിന് പ്രതികാരമായിട്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അത് അവസാനിച്ചു. നിങ്ങളത് എന്ത് ചെയ്യരുത്, രണ്ടാമത് റീ ഓപ്പറേഷൻ ചെയ്യരുത്, അത് അതിൻ്റേതായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ ട്രംപിൻ്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയ തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. ഇറാനിലെ ഈ തസ്രീബ് നഗരം, തെഹ്റാൻ, ഇസ്ഫഹാൻ തുടങ്ങിയ മേഖലകളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഒരു വിമാനം വെടിവെച്ചിട്ടതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല. ആക്രമണത്തിൽ എത്രത്തോളം നാശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അവർ
തങ്ങളെ ക്ഷണിക്കുകയാണ് യുദ്ധത്തിന് എന്നുള്ളൊരു പ്രതികരണം ഇറാൻ്റെ സൈനിക കമാൻഡർ പുറപ്പെടുവിച്ചായിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് ക്ഷണക്കത്ത് നൽകിയിരിക്കുന്നു. തബ്രീസ്, തെഹ്റാനോ, ഇസ്ഫാനൊക്കെ ആക്രമിച്ചതോടുകൂടി വരൂ യുദ്ധത്തിന് എന്നുള്ളൊരു ക്ഷണക്കത്താണ്. ആ ക്ഷണക്കത്ത് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിന് മറുപടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ പ്രതികരണങ്ങളൊക്കെ തങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം നമ്മൾ പറഞ്ഞതുപോലെ ജൂൺ മാസത്തിന് ശേഷമുള്ള ഈ ആക്രമണം ഒരിക്കൽ പോലും ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ്. അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ആക്രമണം നടത്തും. അതിനിടയിൽ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രസ്താവന ഇങ്ങനെയാണ്: ഈ UAE ആക്രമിച്ചാൽ അതിന് ശക്തമായിരിക്കും തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇറാൻ്റെ ഭാഗത്ത് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. UAE ആക്രമിച്ചാൽ ഓക്കെ, ഇസ്രായേൽ തിരിച്ചടിക്കും. നിങ്ങൾ ആക്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ആര് തിരിച്ചടിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ സുരക്ഷിതരല്ല. ആദ്യം നിങ്ങളെ സുരക്ഷിതത്വം ക്ലിയർ ആക്കുക, അതിന് ശേഷമാണ് മറ്റുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്ന് തമാശ രൂപയിലാണ് അതിന് മറുപടി നൽകിയത്. ഞങ്ങൾക്ക് ഇരയാകാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ശക്തരാണ് എന്ന് ലോകത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് തിരിച്ചറിയാതെ പോയി. ഞങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പ്രയരം എങ്ങനെ ഉണ്ട്, നിങ്ങളൊന്ന് വിലയിരുത്തിയിട്ട് മറുപടി തരൂ എന്നുകൂടി പറയുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ട്രംപിൻ്റെ നിലപാടിന് എതിരെയുള്ള ഒരു പ്രതികരണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതിനാൽ ആ വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന തരത്തിൽ നിന്നല്ല, അതിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സഞ്ചരിക്കുന്നത് എന്നതിനാൽ അതിൻ്റേതായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവാൻ, അതായത് സഹായ കാര്യങ്ങൾ നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലാണ്. ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 90% ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം അമേരിക്കൻ നിർമ്മിതമാണ്. അവിടെ ഗസക്കകത്ത് വീണ് പൊട്ടാത്ത മിസൈലുകളൊക്കെ എടുത്ത് പുറത്ത് വെച്ചുകൊണ്ട് ചില വീഡിയോകളൊക്കെ അതിനോടനുബന്ധിച്ച് യൂട്യൂബർമാരൊക്കെ പുറത്ത് വിട്ടിരുന്നു. മെയ്ഡ് ഇൻ അമേരിക്ക എന്ന് എഴുതിയ മിസൈൽ തങ്ങളുടെ സഹോദരന്മാരുടെ നെഞ്ച് പിളർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ കൊടുത്ത് അമേരിക്ക കൊടുത്തു വിടുകയാണ്. തീർച്ചയായിട്ടും തങ്ങളത് പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസാണ്. അതോട് കൂടിയിട്ട് ഒരു കാര്യം കൃത്യമായി, ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ മാത്രമല്ല, ഇസ്രായേൽ സൈന്യത്തിൽ അമേരിക്കൻ സൈന്യം ഉണ്ട് എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് ആ പ്രതികരണ കാര്യങ്ങളുണ്ട്. ലോകാടിസ്ഥാനത്തെ വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിട്ട് അതിനെ മാറിയിരിക്കുന്നത്. കാര്യം ഞങ്ങൾ ആയുധം കൊടുക്കുന്നില്ല എന്ന് ആവർത്തിച്ചു കൊണ്ട് പറയുന്ന അമേരിക്കയുടെ നെഞ്ചിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചെന്ന് പതിച്ചത് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഏതായാലും വരും ദിവസങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നരകദിനത്തിൻ്റെ ആരംഭമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനനുസരിച്ചുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഇറാൻ ഒരുക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.